ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എന്നാലും ഇന്ന് വീഡിയോ ചെയ്തില്ല. എൻ്റെ ബ്രദറിന്റെ വീട്ടിൽ പെരുന്നാളായിരുന്നു, അപ്പൊ അതിന് പോയിരിക്കുകയായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം. അത് വേറെ ഒന്നല്ല, അപ്പൊ നമ്മള് റിട്ടയർ പീരീഡ് അല്ലേ, അപ്പൊ നമുക്ക് വേറെ വലിയ പണികളൊന്നുമില്ല. കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലിയില്ല. അപ്പൊ നമുക്ക് നിങ്ങളൊക്കെ ആയിട്ടൊരു ഇന്ററാക്ഷൻ ഇഷ്ടമാണ്, നല്ലതൊക്കെ പറയാ. അപ്പൊ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണ്ടോ, അങ്ങനെയൊക്കെ നോക്കി അതിന് രസം. പിന്നെ നമുക്കത് എനിക്കിപ്പോ അറിയുന്ന കാര്യങ്ങൾ 63-64 വയസ്സാവാനാ പോണത്. അപ്പൊ അതുവരെ ജീവിച്ച നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് നമ്മുടെ താഴെയുള്ള മക്കൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവും എന്ന് വെച്ചാല് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമ്മുടെ ജീവിതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല്, നമ്മള് ജീവിക്കുമ്പോ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മള് എല്ലാ കാര്യത്തിലും പോയി നമ്മൾ തലയിടരുത്. ചില കാര്യങ്ങൾ നമുക്ക് നിവൃത്തി ഉണ്ടാവില്ല, അവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാണ്ട് പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വീണുപോകും. എപ്പോഴും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ പോയി തലയിടരുത് ഒരു കാര്യത്തിലും. അതാണ് ഒരു സുഗമമായിട്ട്. അതെന്താണെന്നറിയോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ പറ്റിയിട്ട് എന്താ പറയണേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് അത് വരണ്ട. പിന്നെ അതുപോലെ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഭാവിനെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്നല്ല. നമ്മൾ ഭാവിയിലേക്കുള്ളത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നാളെ എനിക്ക് എന്താ വരാൻ പോണേന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. എപ്പോഴും എനിക്ക് അവർക്കൊക്കെ അങ്ങനെ എന്റെ മക്കളൊക്കെ വയ്യാണ്ടായില്ല, എന്തുകൊണ്ട് അങ്ങനെ വന്നു ഒക്കെ ചിന്തിച്ച് ഞാൻ കുറെ സങ്കടപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഇതില് വന്നപ്പോൾ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കുറെ ചിന്ത കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാ എന്തിനെങ്കിലും ഒന്ന് ഇൻവോൾവഡ് ആയിട്ടിരിക്കണം. അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പഴയ കാലത്തേക്കൊക്കെ പോകും. എപ്പോഴും ആൾക്കാർ പറയാനായിട്ടുണ്ട് ഇന്നില് ജീവിക്കാൻ. അതായത് ഇന്നത്തെ സന്ദർഭം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന പൈസ മുഴുവൻ ഇന്ന് ചെലവഴിച്ച് ജീവിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടാ. നമ്മളുടെ ടെൻഷൻ നാളെ എന്തുണ്ടാവാമെന്ന് ആലോചിച്ചപ്പോ എനിക്ക് വേണമെങ്കിൽ ആലോചിക്കാമല്ലോ. ഇപ്പൊ എനിക്കൊരു മോളാണുള്ളത്, അവള് എന്നെ നോക്കുവോ നോക്കില്ലേ ഒന്നും നമുക്കറിയില്ല. നമ്മള് തളർന്ന് കൊടുക്കുവോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ വരാൻ പോണ കാര്യം ആലോചിച്ച് നമ്മൾ ഇങ്ങനെ ആദ്യം പിടിച്ചിരുന്നാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. വീട്ടിലാർക്കും സന്തോഷം ഉണ്ടാവില്ല. ഒരാളിങ്ങനെ മൂങ്ങ പോലെ ഇരുന്ന ആർക്കും സുഖം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാ നമ്മള് വീട് ഹാപ്പി ആക്കാനായിട്ട് നോക്കുമ്പോ കുറെ കാര്യങ്ങൾ നമ്മള് വരാൻ പോണ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. വരണോടത്ത് വരട്ടെ, പക്ഷെ നമ്മൾ സേവ് ചെയ്യേണ്ടതൊക്കെ സേവ് ചെയ്യണ്ടാ. ഞാൻ നാളെ ഉണ്ടാവണത് എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ചെലവാക്കി നമ്മൾ ജീവിച്ചാല് നാളെ അവരെന്നെ നമ്മളുടെ അടുത്തിട്ട് എറിയും. അപ്പൊ അതിനാണ് വരരുത്. നമുക്ക് പറ്റുന്നത് സേവ് ചെയ്യുക, നമ്മൾ ജീവിക്കുക. നാളെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ആലോചിച്ച് ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ച് രാത്രി ഉറക്കല്ലാതെ നമ്മൾ ഇങ്ങനെ കിടക്കേണ്ട ഒരു കാര്യമില്ല. അത് നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നടക്കാനുള്ളത് വഴി പോലെ നടക്കും. അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ കുറെ ചിന്തിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എന്റെ മോള് പറഞ്ഞത്, മമ്മി ഇതൊന്നും ചിന്തിച്ചിരിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞു, മമ്മിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, അവർക്ക് എന്തോ പറ്റിയില്ല, അവർക്ക് അത്ര ആയുസ് കൊടുത്തിട്ടുള്ളൂ, അവര് എന്താ ചെയ്യാ, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആവാൻ. അതാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് നമ്മൾ നോക്കുക. നമ്മൾ എപ്പോഴും ബിസി ആവുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തയുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റണ പണി, ഇപ്പൊ എന്നോട് കല്ലൊക്കെ ചുമക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അപ്പൊ അതുപോലെയുള്ള പണികളല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഓരോ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരിക്കുമ്പോ നമുക്ക് അതിന്റെ ടെൻഷനും കാര്യമൊക്കെ. അപ്പൊ അത് ചെയ്തില്ലല്ലോ. എന്നോട് ഒരു ദിവസം പോലും ഇപ്പൊ എനിക്ക് കാലിന് മുട്ടുവേദനയാണ്. അപ്പൊ എന്നോട് ഇന്ന് ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യാതിരിക്കട്ടെ, അവിടെ കിടക്കണം എന്ന് പറഞ്ഞ, പക്ഷെ എന്നോട് പറ്റില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. അപ്പോഴേക്കും കറി ഉണ്ടാക്കൂടി, അപ്പൊ എന്നെ ചീത്ത പറയണം. അതുപോലെ ഇതിന് വന്നിരുന്നു, അപ്പോഴും ആൾക്ക് ഇഷ്ടമല്ല. എന്തിനാണ് ഒക്കെ ചെയ്യുന്ന, റെസ്റ്റ് എടുക്കുന്നുള്ളത്. അത് നമ്മള് അങ്ങനെ ഒരു ശീലമായി പോയി. ഞങ്ങള് ഇങ്ങനെ ഈ ജോലിക്ക് പോകുമ്പോ എപ്പോഴും പണിയെടുത്ത് അങ്ങനെ ഒരു ശീലം നല്ലതാണ് നമുക്ക്. അപ്പൊ നമ്മള് എപ്പോഴും ഉത്സുകരായിട്ട് ഇരിക്കും. നമുക്ക് എത്ര വയ്യെങ്കിലും
നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. മടി പിടിച്ച് നമ്മുടെ ജീവിതം മടി വളരെ മോശമാണ്. അത് നാശത്തിനാണ്. അത് മടി ഒന്നാമത്തെ ആരോഗ്യം നമ്മുടെ വല്ലാണ്ട് മോശമാക്കും. നമ്മുടെ ആരോഗ്യത്തിന് ഒരു നമ്മളിപ്പോ ഞാനൊക്കെ തടിയുള്ള ആളാണ്. പക്ഷെ തടിയാണെങ്കിൽ ഞാൻ പണിയെടുക്കുമ്പോൾ നമുക്ക് ആ തടിയുടെ ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മള് പണികൾ എടുക്കുക, അതുപോലെ വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോയി തലയിടാണ്ടിരിക്കുക. ഇന്നത്തെ കാര്യങ്ങളെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം, അതിനി കൊണ്ടുപോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇന്നലെ കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോട്ടെ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മറക്കൂല, നമ്മൾ അത് വിടുക. അതുപോലെ നാളെ എന്തെങ്കിലും സംഭവിക്കട്ടെ, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, ഇന്നില് ജീവിക്കാനായിട്ട് നോക്കാം. അപ്പൊ അത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കുറെ പേര് എനിക്കറിയാം. അതൊക്കെ അങ്ങനെ വരാൻ പാടുള്ളതായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നു, അങ്ങനെ ചിന്തിക്കും. എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കുറെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊന്നും അർത്ഥമില്ല. കഴിഞ്ഞു പോയി. ഇനി വരാനുള്ളതും നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. വരാനുള്ളത് വന്നേയിരിക്കും. അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെയാ സംഭവിക്കണേ, ഇന്നിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതിനുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നോക്കാം. അപ്പൊ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ടെൻഷനുള്ളവരാവും. എപ്പോഴും ടെൻഷൻ. ചിലവരെ കണ്ടിട്ട് എപ്പോഴും ചിന്തിച്ചിരിക്കുക. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ ചിരിക്കില്ല, നമ്മൾ ചിരിച്ച് ജീവിക്കുക. ചിരിച്ച് ജീവിക്കാന്ന് വെച്ചാൽ വട്ട് പിടിച്ചോണ്ട് ഓടിയിട്ട് ചിരിക്കാനല്ല, നമ്മുടെ മനസ്സിൽ ഹാപ്പി ഉണ്ടാവാം. അപ്പൊ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്താ ഒരു സമാധാനം. എപ്പോഴും ടെൻഷൻ പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നമുക്ക് കുറെ ടെൻഷനുകൾ ഉണ്ടാവും. അത് പലവിധ എല്ലാവർക്കും ഉണ്ട്, ഓരോ തരത്തിലുള്ള ടെൻഷനുകൾ. അപ്പൊ ആ ടെൻഷനുകൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ട് നടക്കണ കുറച്ച് പേരുണ്ട്. എല്ലാവരും അല്ല ഉണ്ടാകും. ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. കാരണം എല്ലാവരും പൊതുവെ ഹാപ്പി ആവാൻ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ഉണ്ട്, എപ്പോഴും ചിന്തിക്കും. ഈ ഇന്നലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചാലും ഇനി നാളെ ഇപ്പൊ എന്താ വരാൻ പോണെന്ന് ആലോചിച്ചിട്ട് അതൊരു ടെൻഷൻ. അങ്ങനെ കൊണ്ടു നടക്കണ കുറെ പേരുണ്ട്. അപ്പൊ അവരോട് പറയാ, നമ്മള് കഴിഞ്ഞു പോയത് കഴിയട്ടെ, വരാനുള്ളത് വരട്ടെ. നമ്മളിപ്പൊ തന്നെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട. നമ്മള് ഇന്നില് ജീവിക്കാം. അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അതൊക്കെ ഇഷ്ടപ്പെടാ വീണ്ടും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.